കോതമംഗലത്ത് പുഴ വറ്റിയതിനെ തുടർന്ന് കുടിവെള്ള വിതരണം താളം തെറ്റി. ആവശ്യമുള്ളതിന്റെ 30% വെള്ളം മാത്രമാണ് പമ്പ് ചെയ്ത് വിതരണം ചെയ്യാൻ കഴിയുന്നതെന്ന് അധികൃതർ അറിയിച്ചു. കോഴിപ്പള്ളി പുഴയിലേക്ക് പെരിയാർ വാലി നൽകിയിരുന്ന വെള്ളം ലഭിക്കാത്തത് പ്രതിസന്ധി രൂക്ഷമാക്കി. കുടിവെള്ളം ദുരുപയോഗം ചെയ്യുന്നവരുണ്ടെന്നും അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചു. പൈപ്പ് കണക്ഷനിൽ നിന്ന് കിണറുകളിലേക്ക് വെള്ളം ശേഖരിച്ച 15ഓളം പേരിൽ നിന്ന് പിഴ ഈടാക്കിയിട്ടുണ്ട്. കോഴിപ്പള്ളി പുഴയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് ശുചീകരിച്ചാണ് കോതമംഗലം മുനിസിപ്പാലിറ്റിയിലും വാരപ്പെട്ടി പഞ്ചായത്തിലും വിതരണം ചെയ്യുന്നത്. പുഴ വറ്റിയിരിക്കുന്നതിനാൽ പമ്പിംഗ് മുടങ്ങുന്നതുമൂലം കുടിവെള്ളം വിതരണം ചെയ്യാൻ കഴിയാത്ത പ്രതിസന്ധിയിലാണ് വാട്ടർ അതോറിറ്റി. 2 മോട്ടോറുകൾ പ്രവർത്തിപ്പിച്ച് 24 മണിക്കൂറും പമ്പ് ചെയ്തിരുന്നിടത്ത് ഇപ്പോൾ 8 മണിക്കൂർ പോലും പമ്പിംഗ് നടത്താൻ കഴിയുന്നില്ല. ആവശ്യകതയുടെ 30% വെള്ളം പോലും വിതരണം ചെയ്യുന്നില്ല. ജലനിരപ്പ് താഴുമ്പോൾ പെരിയാർ വാലി കനാൽ വഴി പുഴയിലേക്ക് വെള്ളം ഒഴുക്കിയിരുന്നു. 9 ദിവസമായി പെരിയാർ വാലിയിൽ നിന്ന് വെള്ളം പുഴയിലേക്ക് എത്തിയിട്ടില്ല. വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം വെട്ടിച്ചുരുക്കിയതോടെ ഉപഭോക്താക്കൾ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത്. പാചകത്തിന് പോലും വെള്ളമില്ലാത്ത അവസ്ഥയിലാണ് പല വീടുകളും. ടാങ്കർ വെള്ളം വില കൊടുത്തു വാങ്ങിയാണ് പലരും കഴിഞ്ഞുകൂടുന്നത്. കോതമംഗലം ടൗണിലെ ഹോട്ടലുകളുടെ പ്രവർത്തനവും അവതാളത്തിലാണ്. കടുത്ത ജലദൗർലഭ്യം മൂലം ആയിരക്കണക്കിന് വീട്ടുകാരും സ്ഥാപനങ്ങളും ദുരിതം നേരിടുമ്പോൾ വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്ന വെള്ളം ദുരുപയോഗം ചെയ്യുന്നതും വ്യാപകമാണ്. കിണറുകളിൽ ശേഖരിക്കുവാനും കൃഷി നനയ്ക്കുവാനുമെല്ലാം പൈപ്പ് വെള്ളം ഉപയോഗിക്കുന്നതാണ് പ്രശ്നം. ഇത്തരക്കാർക്കെതിരെ കടുത്ത നടപടിയെടുക്കുവാനാണ് അധികൃതരുടെ തീരുമാനം. ഇതിനകം നിരവധി ദുരുപയോഗങ്ങൾ കണ്ടെത്തുകയും നടപടിയെടുക്കുകയും ചെയ്തുവെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിഷ ഐസക് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.